ഹേ ഗായ്സ്, ഇത് ഒറ്റ വീഡിയോ ആയിരുന്നു. പക്ഷേ ലെങ്ത് കാരണം ഞാൻ ഇത് കട്ടാക്കിയിട്ട് 2 വീഡിയോ ആക്കിയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇനി എന്തൊക്കെയാണ് ലീനുമോളെ ബാഗിൽ എന്നുള്ളതൊന്ന് കണ്ടിട്ട് വരും. ഇത്രയൊന്നും ഉണ്ടാവില്ല. ഇത് ശരിക്കും അവൾക്ക് ഇങ്ങനത്തെ ഒരു ബാഗായിട്ട് രണ്ടാമത്തെ ബാഗാണിത്. അവളെ ഫസ്റ്റ് ബാഗിൽ ഇവിടെ ഒരു കമ്പി ഉണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനത്തെ ടൈപ്പ് ബാഗിനൊരു കമ്പി ഉണ്ടാവും, അത് പൊട്ടിപ്പോയി. അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ എനിക്ക് ഇങ്ങനത്തെ ബാഗാണെങ്കിൽ ഭയങ്കര യൂസാണ്. ഞാൻ അധികം പുറത്തേക്ക് ഇങ്ങനത്തെ ബാഗാണ് യൂസ് ചെയ്യുക. എനിക്ക് കുറേ സാധനം ഉണ്ടാവും. ഇപ്പം എൻ്റെ ബാഗിൽ കാണിച്ച സംഭവങ്ങളും ഈ ബാഗിൽ തന്നെ ഉണ്ടാവൽ. ഇപ്പോഴാണ് ഞാൻ ഈ ബാഗ് ഒഴിവാക്കിയിട്ട് ഞാൻ വേറെ എൻ്റെ വീഡിയോസിലൊക്കെ കാണലില്ലേ ഒരു ബ്ലാക്ക് ബാഗ്, അതാണ് ഞാൻ യൂസ് ചെയ്യൽ. ഇപ്പം അതിൽ ഇവളെ കംപ്ലീറ്റ് സാധനവും എൻ്റെ കുറച്ച് 2-3 സാധനങ്ങളും ഉണ്ടാവും. അപ്പം ഇതാണ് ഇപ്പോൾ ഇവളെ ബാഗ്. എയർപോർട്ടിലേക്ക് ഞാൻ അധികം നാട്ടിലേക്ക് പോകുമ്പോൾ ഇത് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. പക്ഷേ ആ ബാഗ് ആദ്യത്തെ ബാഗിനും അവൾ ആദ്യത്തെ ഡയപ്പർ ബാഗായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിനി. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്ന് നോക്കാം. ഇപ്പം കുറച്ചും കൂടെ വലുതായതുകൊണ്ട് തന്നെ അത്യാവശ്യം എൻ്റർടൈൻ സാധനങ്ങൾ വേണം ഇവക്ക്. ഞാനിങ്ങനെ കാർട്ടൂൺ ഇതുവരെയായിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. ഇതുവരെയായിട്ടും നല്ല കണ്ടിട്ടുണ്ട് അവൾ, പക്ഷെ ഞാൻ കാർട്ടൂൺ അങ്ങനെ കാണിക്കാറില്ല. മെയിനായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നോക്കലാണ്. സോ ആൾ വന്നിട്ടുണ്ട്, നോക്കാം. ഓക്കെ, അവളെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗിൽ എന്തൊക്കെയാണ് നോക്കാം. ഇതിൽ കുറേ കമ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബാഗ്. കുറേ സാധനങ്ങൾ നമുക്ക് വെക്കാം. യാത്രയിൽ ഇത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൽ വെക്കുന്നത് എടുക്കുന്നത് ഇതിൽ തന്നെ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ആൾ വന്നാൽ സീനാക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ അവളെ മോയ്സ്ചറൈസർ ക്രീമാണ്. അവൾ അത്യാവശ്യം ഡ്രൈ ആണ് അവളെ സ്കിന്ന് വരുന്നത്. പിന്നെ ഈ എ സിയിലൊക്കെ കുറേ നേരം നമ്മൾ ഫ്ലൈറ്റിൽ നിൽക്കുമ്പം അത്യാവശ്യം ഫേസിൻ്റെ ഇവിടെയൊക്കെ ഡ്രൈ ആവലുണ്ട്. അപ്പം അവളൊരു ക്രീം ഞാൻ കയ്യിൽ എടുക്കുന്നുണ്ട്. ആൻഡ് ഇതുവരെയായിട്ടും അവൾ യൂസ് ചെയ്യാത്തൊരു ടോയാണ് അവളെ ടോയ്. ഇതെന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഓരോ വരുന്നുണ്ടോ എന്നാലും ഇപ്പം എനിക്ക് ശരിയാവില്ല. ഇതിൽ അറബിയിലും ഉണ്ട് ആൻഡ് ഇംഗ്ലീഷിലും ഉണ്ട്. ഇതിപ്പോൾ ഹാംബർഗർ, ബാക്കിൽ നൂഡിൽസ്. അപ്പം ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ കാർഡിന് അപ്പം അത് 2 ഭാഷ ഒരേ സമയം ഇരുന്ന് പഠിക്കുക. അതൊന്നും നോക്കിയിട്ടല്ല. ഇത് ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ചാർജറൊക്കെ എവിടെയെന്നാവാം. അപ്പോൾ ഇതായിട്ട് അവൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കുറേ നേരം ഫ്ലൈറ്റിൽ എൻ്റർടൈൻ ഓപ്ഷൻ നമ്പർ 1 ആയിട്ട് അങ്ങനെ 3 ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ കളിച്ചിരിക്കാമല്ലോ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഈ കാർഡും ഇതും. ഇതിനുള്ള ഓപ്ഷൻ അധികം വരലില്ല. നമ്മൾ അധികം എടുക്കുന്ന ഫ്ലൈറ്റും രാത്രി അവൾ ഉറങ്ങുന്ന സമയത്ത് ഉള്ള ഫ്ലൈറ്റ് അധികം നമ്മൾ എടുക്കൽ. പക്ഷേ ഇപ്രാവശ്യത്തെ ഫ്ലൈറ്റ് അവൾ നല്ല എനർജി ഉള്ള ഫ്ലൈറ്റാണ്. പക്ഷേ നാട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലായിരിക്കും നമുക്ക് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ കാലിക്കറ്റേക്ക് പോകുന്ന ഫ്ലൈറ്റിലായിരിക്കും അവൾ പിന്നെയും അടങ്ങിയിരിക്കാനുള്ള ചാൻസ് കൂടുതൽ കാണുന്നത്. ആൻഡ് സെക്കൻഡ് ഓപ്ഷനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനൊരു ഇതൊന്ന് നോക്കിയാത്ത 3D സ്ലൈറ്റാണ്. ഇതും ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഇങ്ങനെ എഴുതിയാൽ ഇങ്ങനെ വരും. ആൻഡ് ഇങ്ങനെ ഇങ്ങനെ മായിച്ചാൽ ഇങ്ങനെ ആവുന്ന ഒരു സ്ലൈറ്റ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇത് വാങ്ങിച്ചെന്ന് അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ പ്രാവശ്യം. പിന്നെ ഞാൻ വേഗം എടുത്ത് വെച്ചു. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടൊരു ടോയാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഒരു നെസ്റ്റ് അടിക്കുന്ന ടോയ് പോലെ തോന്നും. ഇങ്ങനെ ഈ റിങ് ഇതിൻ്റെ ഉള്ളിലാക്കുക. ഇതിങ്ങനെ ആക്കാനൊന്നും അറിയില്ല, പക്ഷേ ഈ വെള്ളം ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ അവൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഇഷ്ടമാണ്. പിന്നെ വരുന്നത് ഒരു വലിയ കർച്ചീഫാണ്. കർച്ചീഫ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. മെയിനായിട്ട് അവൾക്ക് ടിഷ്യൂ വൈപ്സ്, പിന്നെ ഒരു കുഞ്ഞി കോമ്പ്. എൻ്റെ ബാഗിൽ കണ്ട കോമ്പാണ് ശരിക്കും. ഇത് ഞാൻ എൻ്റെ കോമ്പായിട്ട് വെക്കുന്നതാവും. പിന്നെ ഒരു ഓട്സ് ബിസ്ക്കറ്റ്. ഇതിപ്പോൾ ലാസ്റ്റ് നമ്മളിവിടെ പോയി വന്നതിൽ ആ ബാഗ് അങ്ങനെ തന്നെയാണ്. പിന്നെ മെയിൻ സാധനം നമ്മളുടെ കൊട്ട ഡയപ്പർ. ഇതിൽ ഞാനൊരു 12 ഡയപ്പറെങ്കിലും വെച്ചിട്ടുണ്ടാവും, ഇൻ കേസ് എന്തെങ്കിലും കുറേ ആവശ്യം വന്നാലോ. അങ്ങനെ ഈ ഡയപ്പറും പിന്നെ ഒരു പെയർ ഡ്രസ്സും.
അതും ഇതിൽ വെച്ചു. ഹാൻഡ് ലഗേജിൽ വേറെയും പെയർ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ മെയിനായിട്ട് അവളെ കയ്യിൽ വെക്കുന്ന ഒരു പെയർ ഡ്രസ്സ്. ചിലപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു എക്സ്ട്രാ ടീഷർട്ട് വെക്കാൻ ചാൻസ് ഉണ്ട്. പാൻറ്റിനേക്കാളും ടീഷർട്ടാണ് പോകല്. ഇതാണ് അവളെ ഈ ഡയപ്പർ വേസ്റ്റൊക്കെ കളയുന്ന ആ റോള് കണ്ടില്ലേ, അതിൻ്റെ പകരം അതിൻ്റെ ഒരു ബോട്ടിലും റോളുമാണിത്. ഇതാണ് നെക്സ്റ്റ് വരുന്നത്. ആൻഡ് ഇത് ശരിക്കും എനിക്ക് സൗദി എയർലൈൻസിൽ നിന്ന് ഒരു പ്രാവശ്യം അവളെ ഇത് വന്നപ്പോൾ തന്നെ കിട്ടിയൊരു കിറ്റാണ്. ഈ ബാഗിലാണ് ഞാൻ ഇപ്പോൾ കുറേ സാധനങ്ങൾ യൂസ് ചെയ്യൽ. ഇതിൽ തന്നെ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്കൊരു അൺബോക്സിങ് കാണാം. ഫസ്റ്റ് വൺ ഒരു ചീപ്പ്. ഇത് ഞാൻ വെച്ച ചീപ്പാണ് കേട്ടോ. ഇതിൻ്റെ ബാഗിൽ എപ്പോഴും വെക്കുന്നതാണ്. ആൻഡ് ഒരു ടൂത്ത് ബ്രഷ്. ഇത് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ടൂത്ത് ബ്രഷ് തന്നെ, പക്ഷെ ഞാൻ എപ്പോഴും സേഫ്റ്റിക്ക് വെക്കലുണ്ട്. പിന്നെ ഇത് സൗദി എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ നിന്ന് അവൾക്ക് കിട്ടിയൊരു സ്പൂണേനു. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഇൻ കേസ് ആവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് മൗത്ത് വാഷ്. ഇത് ഞാൻ ഹോട്ടലിൽ പോയപ്പം അവിടെ നിന്ന് എടുത്തതാണ്, അറ്റ്ലാന്റിസിൻ്റെ. ആൻഡ് ഒരു പേസ്റ്റ്, ബ്രഷ് ഉണ്ടായ ഒരു പേസ്റ്റ് വേണമല്ലോ. പിന്നെ ഒരു ബിബ്, ഇത് ഡയപ്പർ മാറ്റാണ്. ഇത് ബിബാണ്. ഡയപ്പർ മാറ്റും ഉണ്ട്. എക്സ്ട്രാ സൗണ്ടുകൾ കേൾക്കാം. എൻ്റെ മോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രൈ വൈപ്സ്. ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും വെറ്റ് വൈപ്സ് ഉണ്ടാവില്ല. ഇത് ടിഷ്യൂവിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡ്രൈ വൈപ്സാണ്. ഇത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ യൂസ് ചെയ്ത്. ഇതെന്താ, ഇത് ആ കാർഡ് തരുന്ന ഇൻസ്ട്രക്ഷൻ, ഇതിൽ തന്നതിൻ്റെ എന്തൊക്കെയാണെന്നുള്ള കാണിച്ചാൽ. ഇതിന് സൗണ്ട് ഉണ്ടാക്കല്ലോ പൊന്നെ. ഇത് ഒരു ഡയപ്പർ ഷീറ്റ്, ഡിസ്പോസിബിൾ ഡയപ്പർ ഷീറ്റാണ്. ഇതും ഞാൻ എക്സ്ട്രാ വെക്കാണ്. എൻ്റെ ഈ ഡയപ്പർ ബാഗിൽ, ഈ ഒരു ബാഗിൽ ശരിക്കും ഡയപ്പർ ഷീറ്റ് ഉണ്ട്. എന്നാലും ഇതിലുണ്ടായപ്പോൾ ഞാൻ വെക്കാണ്. ഹായ്. അപ്പം ഇതൊക്കെയാണ് ഈ പൗച്ചിലുള്ളത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കാം. ലീനു പോയിട്ടില്ല, ഓൾ ഇവിടെ തന്നെ ഉണ്ട്. വേറെ ഒരു പൗച്ച് ഉണ്ട്. ഈ പൗച്ച് ഞാനിപ്പോൾ യൂസ് ചെയ്യണില്ല. ഇത് പൗച്ചിൽ കുറച്ച് ക്യാൻഡീസാണ്. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ ആവശ്യം വരും. അപ്പം ഇതിൽ ഞാൻ ആക്കി വെച്ചത് ഇതാകുമ്പോൾ അവൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇതും കൂടിയാണ് ഈ പൗച്ചിലതിലുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഈ അകത്തെ സെക്ഷനിൽ. പിന്നെ ഇവിടെ ഒരു പൗച്ചുകളൊക്കെ ഉണ്ട്. ഇതിലൊന്നും ഞാനൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ പോകാൻ നേരത്തെ എന്തെങ്കിലും വെക്കാണ്ടെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലൊന്നും ഞാൻ വെച്ചിട്ടില്ല. ആൻഡ് ഈ സൈഡ് പൗച്ചിൽ ഇതിൻ്റെ സൈഡിലുണ്ടാവും. ഇതിൽ ഒരെണ്ണത്തിൽ അവളെ ഫീഡിങ് ബോട്ടിൽ വെക്കും. ആൻഡ് ഈ ഭാഗത്ത് കുറേ ടിഷ്യൂ വൈപ്സ്. ഇത് അവളെ ബിബാണ്. ഇത് ഡിസ്പോസിബിൾ അല്ല, അത് വാഷബിൾ ആയിട്ടുള്ള ഒരു ബിബാണ്, നമുക്ക് ഓൺ ദ സ്പോട്ട്. അപ്പം അത് ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് റോ ഉണ്ട്. ഇതിൽ ശരിക്കും ബോട്ടിൽസ് വെക്കേണ്ടി. അവൾക്കിപ്പം അങ്ങനെ ബോട്ടിൽ ഫീഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ വാട്ടർ ബോട്ടിൽ മാത്രമേ വെക്കുള്ളൂ. ഫസ്റ്റിന് ഒരു M&M. ഇതല്ലാണ്ട് ഈ എമിഗ്രേഷൻ സമയത്ത് കലമ്പാക്കുമ്പം യൂസ് ചെയ്യാൻ. പിന്നെ ഒരു ടിഷ്യൂ, പിന്നെ 2 വൈപ്സ്, വെറ്റ് വൈപ്സ്, ഡ്രൈ വൈപ്സ്. നമുക്ക് ആവശ്യമില്ല ടിഷ്യൂ ഉണ്ടായതുകൊണ്ട്. അപ്പം ഇതൊക്കെയാണ് ലീനു ബേബിൻ്റെ ബാഗിലുള്ളത്. ഇതിലേക്ക് ഇനി ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യൽ അവളെ ബോട്ടിൽ, ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ വെക്കലുണ്ട്. പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യൽ എന്തെങ്കിലും ഫുഡ്. അപ്പം ഫ്ലൈറ്റിലത്തെ ഫുഡ് അവൾ എന്തായാലും കഴിക്കില്ല എന്ന് 100% ഷുവറാണ്. അപ്പം എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഫുഡ് കൊണ്ടുപോകും. ബേബി ഫ്രണ്ട്ലി ഫുഡായിട്ടുള്ള എന്തെങ്കിലും കിഡ്സ് ഫുഡ് കൊണ്ടുപോകും. പിന്നെ കുറച്ച് ക്രാക്കേഴ്സ് എന്തെങ്കിലും എടുക്കും. അതൊക്കെ തന്നെ ആയിരിക്കും ഇനി മെയിനായിട്ട് ഇതിൽ ആഡ് ചെയ്യാനുള്ളത്. പിന്നെ പാസ്പോർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അക്കാൻ്റെ ബാഗിലായിരിക്കും. അതൊന്നും ഞങ്ങളുടെ ബാഗിലുണ്ടാവില്ല. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളെ 2 ബാഗ്. പക്ഷേ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യൽ. പിന്നെ ഇന്ന് ലീനു അത്യാവശ്യം കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് കാര്യമായിട്ട് പണികളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യൂസ്ഫുള്ളായിട്ടും പ്രൊഡക്റ്റീവായിട്ടും വെക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഓൺ വോയിസിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. സുഖമായിട്ട് നാട്ടിലെത്താൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ആൻഡ് നാട്ടിലെത്തിയിട്ട് കുറേ വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ എത്തിയാൽ ഫുൾ തിരക്കായിരിക്കും, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എന്തായാലും ഞാൻ വീഡിയോസ് എടുക്കും. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടും മിക്കവാറും ട്രാവലിംഗ് വ്ളോഗായിരിക്കും. അപ്പം അതൊക്കെ ആയിട്ട് എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ വരാം. സോ അത്രയേ ഉള്ളൂ. ബൈ.